മണി 7 ഈ നേരമായിട്ട് ഉറക്കു ഒഴിച്ചില്ല. ഒരു ഗ്ലാസ് ചൂട് വെള്ളം അനച്ചത് ഇവിടെ ആരും ഇല്ലേ? എടാ ഉണ്ണി, നീ എന്തുവാണ് പ്രകൃതേ? അതല്ലെന്ന്, ഇവിടെ ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുടെ മോളുണ്ട്, എന്റെ മോനുണ്ട്. ഒരു കാക്കും ഒരു ഗ്ലാസ് വെള്ളം ചൂടുള്ള ഞങ്ങൾക്ക് അനക്കി തരാൻ പറ്റും? എടാ ഇവിടെ എല്ലാരും ഉണ്ട്, പറഞ്ഞിട്ട് എന്താ? എടാ ഞാനിപ്പോ അവളെ വിളിക്കാൻ പോയതാ, നീ കുറച്ച് പറയല്ലേ. ഞാൻ വിളിക്കാൻ പോയപ്പോഴേ അവിടെ പറയാണേ, ഹോ ഇവിടെ എനിക്ക് ഉറങ്ങാൻ പോലെ ഒരു സ്വാതന്ത്ര്യം തരത്തില്ലെന്ന്. എടാ ഇവള് ചെറുപ്പം മുതലേ ഇവളുടെ സൂക്കേടായത്. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, ഈ പുതച്ചു മൂടി കിടന്ന് ഉറക്കവാ. അന്നൊക്കെ ഞാൻ നല്ല കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞ് ഇപ്പൊ 2 കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതാ. ആ ഓട്ടെന്ന് വിചാരിച്ചു. പാതി രാത്രി വരെ ഫോണിൽ കുത്തി കുത്തിക്കൊണ്ടിരിക്കും. പാരാത്രി ആയാലും കിടന്ന് ഉറങ്ങൂല. അതാണ് എങ്ങനെ നേരം വെളുപ്പാൻ കിടത്തി കഴിക്കണം. എങ്ങനെ നിനക്കിപ്പോ എന്തോ വേണ്ട, ഒരു ഗ്ലാസ് ചായ വേണം, കട്ടൻ അല്ലേ? അല്ല പിന്നെ ചേച്ചി അതാണ് പറഞ്ഞത്. കട്ടൻ ചായ അല്ല ഇവിടെ പ്രശ്നം. ഇത്രയും നേരം വരെ ഈ പിള്ളേർ കിടന്ന് ഉറങ്ങുന്നത് വീട്ടിന്റെ ഐശ്വര്യം പോവും, അറിയാം. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കാലത്തെ അതൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം, അറിയാവോ? നീ ഒന്ന് വാ, അടുക്കളോട്ട് വാ, നമുക്ക് കട്ടന് വിട്ട് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ രസിക്കാം. വാ, എണ്ണിക്കോട്ട്. കിടന്ന് ഉറങ്ങാൻ അവര് കിടന്നുറങ്ങട്ടെ, ഞാനില്ലേ ഇവിടെ. എടാ ഉണ്ണി, ഞാനേ എനിക്ക് ഇങ്ങനെ പഴയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തപ്പോഴേ നമ്മുടെ അമ്മേ സ്കൂള് വിട്ട് വന്നാ ഉടനെ തന്നെ ഒരു 5:30 മണിയായാൽ എടേ വേഗമാട്ടെ, കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ ഒന്ന് കത്തിക്ക്. എന്നിട്ട് അപ്പൊ എന്നോട് പറയും, വിളക്ക് കത്തിച്ച് നാമം ചോദിക്കാതെ നിനക്കൊന്നും തരത്തില്ലെന്ന്. അപ്പൊ എന്റെ ജോലിയായിരുന്നു ഈ വിളക്ക് കത്തിക്കല്. അങ്ങനെ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ചോദിച്ച് രാത്രിയിൽ ഒരു കുറച്ചു നേരമൊക്കെ ചുമ്മാ ഉഴപ്പല പഠിക്കുമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങണേ. അപ്പൊ അതൊക്കെ അങ്ങനെ ഞാനിരുന്ന് ഇങ്ങനെ ആലോചിക്കും. നീ ഇതൊക്കെ ആലോചിക്കാറുണ്ടോ? ആലോചിക്കാനല്ല, ചേച്ചിക്ക് അറിഞ്ഞൂടെ? അച്ഛൻ 4 മണിക്ക് എന്നെ വിളിച്ചു ഉണർത്തൂലേ? ഉണർത്തി ഓടാ പുല്ലെടുത്ത് കൊണ്ടുപോവാ. ഞാൻ കൂടെ പുല്ലെടുത്ത് കൂടെ കൊണ്ടുവരും, ചുമരം കട്ടൻ തരും, അതും കുടിക്കും, ബുക്ക് കൊടുത്തോണ്ട് വീട്ടിൽ. ആ ചേച്ചിക്ക് അറിയാലേ? എനിക്കറിയാം. ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ പറഞ്ഞ എവിടെ കേൾക്കാൻ. എനിക്ക് ഇവിടെ ഇപ്പൊ അധികം നേരം അങ്ങനെ നിക്കാൻ വയ്യ കേട്ടോ. വല്ലാത്ത മുട്ടുവേദനയാ, പ്രായമായി. ചേച്ചിയായി മുട്ടുവേന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയുർവേദ മരുന്ന് കിഴി മറ്റേതൊക്കെ നോക്കിക്കൊണ്ട് നടന്നാ മതിയാ. പിന്നെ എന്നെ കിട്ടുന്ന പറഞ്ഞ മുട്ടുവേന പോകൂല. പിന്നെ അല്ല, അറിവുള്ള ഡോക്ടർമാർക്ക് കൊണ്ട് കാണിക്കണം. എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പേടിയാ. അതായത് പണ്ടേ എന്റെ കാലിലൊരു ആണി കുത്തി. അപ്പൊ ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ സൂചി എടുത്തോണ്ട് ഇനി ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുന്ന കണ്ടപ്പോ തന്നെ അതിന് മുമ്പേ ഞാൻ തലറിഞ്ഞു വീണു. എനിക്ക് അതുകൊണ്ട് ഡോക്ടറെ കാണാൻ ഭയങ്കര പേടിയാ. എന്ത് ചെയ്യാം, മക്കളൊക്കെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാ പിന്നെ നമ്മളൊരു അനാഥ പോലെ തന്നെ. അതിനല്ലേ ഞാൻ പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നേ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ഒരു ടൂർ പോകും. അത് കഴിഞ്ഞ് നല്ല ഹോട്ടലിൽ കയറി നല്ലോണം കൊണ്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് ഡെയിലി ജൂംബ ഡാൻസ്. ഞാനേ സത്യം പറയാം, എനിക്ക് പ്രായമായും തോന്നലേ ഇല്ല. എന്തൊരു ആരോഗ്യം. മുട്ടുവേദന ഇടയ്ക്കുണ്ട്, അത് വയ്ക്കോളും. ഞാൻ അതല്ല ആലോചിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? റാം ഗൾഫിൽ പോകുമ്പം അവളെയും കൂടെ കൊണ്ടുപോയാ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ? പിന്നെ എനിക്ക് ഇത്തി ചൂടുള്ള അനുസരിച്ച് ആളുണ്ട്. ഇവിടെ കിടന്ന് ചത്ത പോലും ഒരു കുഞ്ഞുങ്ങളും അറിയില്ല. നീ ഇതൊക്കെ എന്തിനാ ഇപ്പൊ ചിന്തിക്കുന്നേ? ആര് പറഞ്ഞു നീ ഇപ്പൊ ചാവുന്നു? നീ എന്നെ കാട്ടി അല്ലാതല്ലേ? അത് കൊള്ളാം. അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, വർക്ക്ഷോപ്പിലേ ചായ കുടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോയി എന്തെങ്കിലും പണിയുണ്ടോ നോക്ക്. ചെല്ലേ, ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ല. ചെല്ലേ ചെല്ലേ. നിനക്ക് പെരുന്തച്ഛൻ അറിയാമോ? എന്തോ മച്ചി? പെരുന്തച്ഛൻ. പെരുന്തച്ഛൻ അച്ഛനല്ലടാ, തച്ചൻ, പെരുന്തച്ഛൻ. തച്ചൻ എന്ന് പറഞ്ഞ ആര്? അറിഞ്ഞൂടാ. നീ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ല, പരിചയപ്പെടാൻ പറ്റില്ല. തന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞാലേ എന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള ആളാണ്.
നിനക്ക് പരിചയപ്പെടാൻ പറ്റൂല കേട്ടാ. അങ്ങനെ എന്തെന്നറിയാമോ, എന്താന്ന് തടിയില് കല്ലില് ഒക്കെ നല്ല ശില്പങ്ങളുണ്ടാക്കും. ഇവരുണ്ടാക്കും ശില്പം. ശില്പങ്ങളുണ്ടാക്കി അതില് ശില്പത്തിങ്ങനെ തട്ടിയാ മതി. ഞാൻ കാണിച്ചതല്ലടാ, ഇങ്ങനെ തട്ടിയ ഉടൻ അതിന് സംഗീതം. അതേപോലെ നമ്മളെ ഈ വണ്ടി, സ്കൂട്ടർ, കാറ് ഇതിലൊക്കെ ഒരു സംഗീതമുണ്ട്. അത് നിനക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നോക്ക്, നമ്മള് ഇപ്പോഴേ സംഗീതം നോക്കണം. അത് പറയണം, ഇങ്ങനെ അങ്ങനെ സംഗീതമാണ്. നോക്ക്, ഈ വണ്ടിക്ക് സംഗീതം കൊണ്ട് എന്തൊരു കുഴപ്പം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ വണ്ടിക്ക് എന്തിനാണ് കുഴപ്പം? എന്തോന്ന് കുഴപ്പം? ചെയിന് ലൂസ്. നിനക്ക് ഈ മാസം മുതൽ 5 രൂപ കൂട്ടിയിട്ടുണ്ട്. കൺകണ്ട ദൈവമൊന്നുമില്ല. നീ എന്തൊരു പറഞ്ഞാലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമേ പുകഴ്ത്താവും. അപ്പോഴേ 5 രൂപ കൂടും. നീ എത്ര പോയിട്ടാലും ഇനി പൈസ കൂട്ടൂല. 5 രൂപ കൂട്ടിയിട്ടുണ്ട്. നീ ഈ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊക്കെ തുടച്ച് വേണാനെ. ഹലോ, നീ ആ സാധനങ്ങളൊക്കെ എടുത്ത് അതിൽ അങ്ങോട്ടൊക്കെ മാറ്റി, മറ്റേ നട്ടുപോട്ടൊക്കെ എടുത്ത് മാറ്റിയില്ല. മറ്റേ അവിടെ വിട്ട് പിന്നെ വീട് വിട്ട് ഇവിടെ പോവാടെ വയസ്സായ കാലത്ത്. ഇവിടെ പോവും. തന്നെ തന്നെ കല്യാണം ഇതറിയണ്ട, അറിയിക്കാണ്ട് അവരെയൊക്കെ ഞാൻ അറിയാം. തന്നെ. ഓ, കുഴപ്പമില്ല. എങ്കിലും ഒരു കാര്യം, ഈ കൂടെ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് എനിക്ക് ആശ്വാസം. ഓ, സൗകര്യം പോലെ ഞാൻ അങ്ങോട്ട് വരാം കേട്ടാ. ശരി ശരി, വച്ചല്ലേ. ഓ, പോടാ നീന്തൽ വാങ്ങിക്കൊണ്ട് പോ.